ഹായ്, ഇന്നൊരു ഉന്നക്കായ ഉണ്ടാക്കിയാലോ? ഒരു അടിപൊളി സ്നാക്സാണിത്. ഉന്നക്കായ ഇത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. ഇതുണ്ടാക്കാൻ ഞാനൊരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പഴം വെച്ച് കൊടുക്കാം. ആവിയിൽ ഇതൊന്ന് വേഗം വെന്ത് കിട്ടും, അതിനാണ് ആവിയിൽ വേവിപ്പിച്ചത്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം. അത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. പഴം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ട, അങ്ങനത്തെ അരച്ചാൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് പരത്തിയെടുക്കണം. കയ്യിൽ വെച്ച് പരത്തുന്നത് നല്ലത്. ഈ പ്ലേറ്റിൽ വെച്ച് പരത്തിയാൽ അവിടെ ഒട്ടിപ്പിടിച്ചു. കയ്യിൽ വെച്ച് പരത്തിയെടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങാ ഫില്ല് ആഡ് ചെയ്യാം. തേങ്ങാ ഫില്ല് ആഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ടൊരു സിലിണ്ടർ ഷേപ്പിലേക്ക് മാറ്റാം. ബോൾ ഷേപ്പല്ല, ഒരു നീളത്തിലുള്ളൊരു ഷേപ്പാണ്. ഒരു പഴത്തിൻ്റെ ഷേപ്പ് തന്നെ ആക്കിയെടുക്കണം. ചെറിയ പഴം, ഒരു മൈസൂർ പഴത്തിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒന്ന് റെഡിയായിട്ടുണ്ട്. ഈ രണ്ടാമത്തെയും അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത് പരത്തുക. അധികം തിക്നെസ് വേണ്ട. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പഴത്തിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. തേങ്ങാ ഫില്ല് പുറത്ത് കാണാത്ത രീതിയിലായിരിക്കണം. ഇത് ഉണ്ടാക്കി വന്ന അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കടം കൂട്ടാൻ അടിപൊളി ഒരു സ്നാക്സാണിത്. ഇപ്പോൾ രണ്ടാമത്തതായിട്ടുണ്ട്. അങ്ങനെ 4 ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. ഇനി പഴം ഓരോന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ വെളിച്ചെണ്ണയിലിട്ട് ഫുൾ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാറ് പതിവ്. ഞാനൊന്ന് ഒരു തവ ഫ്രൈ പോലെയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയാൽ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുമ്പോഴാണ്. ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ടില്ല. സാധാരണ ഒരു ചെറിയ ഫ്രൈ മാത്രം, വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും അതുപോലെ തന്നെ മറിച്ചിട്ട് ഫ്രൈ ആക്കാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്സാണ്. വൈകുന്നേരങ്ങളിൽ നല്ല ഹെൽത്തി സ്നാക്സാണ്. വൈകുന്നേരങ്ങളിൽ
ചായയുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ പ്രൊഫൈൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് വൈറലാക്കണം. താങ്ക് യു.